ഹായ് എവ്രി വൺ, സ്മാർട്ട് ആൻഡ് ഈസി ആക്സിൻ്റെ മറ്റൊരു ട്രാവൽ വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഷാർജയിലെ വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു അടിപൊളി ലൊക്കേഷനിലേക്കാണ് നമ്മുടെ യാത്ര. ഹാങ്ങിങ് ഗാർഡൻ. ഷാർജയിലെ കൽബയിലാണ് ഈ ഒരു ഹാങ്ങിങ് ഗാർഡൻ ഉള്ളത്. ദുബൈയിൽ നിന്ന് ഒരു 140 കിലോമീറ്റർ ആണ് ഇവിടേക്കുള്ള ദൂരം. മോർണിംഗ് ഒരു 6 o'clock മുതൽ രാത്രി 12 മണി വരെ ഇവിടെ ഓപ്പൺ ആണ്. 10 dirhams ആണ് ഈ ഒരു പാർക്കിലേക്കുള്ള എൻട്രി ഫീ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഈ ഒരു ഗാർഡൻ കംപ്ലീറ്റ് മലകളാൽ ചുറ്റപ്പെട്ട ഒരു ഏരിയ ആണ്. നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഈ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വാട്ടർഫോളാണ് ആദ്യം കാണുന്നത്. ഈ കാണുന്ന ഏരിയ മുഴുവൻ പച്ച പുല്ലുകളും പൂക്കളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ഈ ഒരു ഏരിയ കുറേ നേരം ഇങ്ങനെ ആസ്വദിച്ച് നിന്നു. കൽബ മുനിസിപ്പാലിറ്റിയുടെ അണ്ടറിലാണ് ഈ ഒരു പാർക്ക് ഉള്ളത്. ഇവിടെ ഈ ഒരു ഏരിയയിൽ റണ്ണിങ്ങും ജോഗിങ്ങും ഒക്കെ ചെയ്യാനുള്ള ട്രാക്സൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതൊക്കെ ആസ്വദിച്ച് നടക്കാനും ജോഗ് ചെയ്യാനും ഒക്കെയുള്ള രീതിയിലാണ് ഇവിടെ ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു പാർക്കിലെ വാട്ടർഫോൾ കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ട്രെയിൻ റൈഡാണ്. ഇതിൻ്റെ ചാർജ് പെർ പേഴ്സൺ 280 ആണ് വരുന്നത്. അപ്പോൾ നമ്മളിത് പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ട്രെയിനിൽ ഈ ഒരു ഏരിയ മുഴുവൻ നമുക്ക് റൗണ്ട് ചെയ്ത് നമുക്കിതുപോലെ ആസ്വദിക്കാൻ പറ്റും. പിന്നെ ഈ ഒരു പാർക്കിൽ പിള്ളേർക്കൊക്കെ കളിക്കാനുള്ള കുറേ ഏരിയകൾ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഏജ് കാറ്റഗറൈസ് ചെയ്തിട്ടാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. 2 to 6 years ഓൾഡ് ആയിട്ടുള്ളവർക്ക് കളിക്കാനുള്ള ഒരു ഏരിയ, പിന്നെ അതുപോലെ 6 to 12 yearsനുള്ള ഏരിയ. അപ്പോൾ ഇതുപോലെ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് എല്ലാ ഏജിലുള്ള പിള്ളേർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. നമുക്കിതിൻ്റെ ഉള്ളിൽ ഒരുപാട് നടക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ട് നടക്കുന്നതിൽ നമ്മൾ അതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല. നല്ല എൻജോയ് ചെയ്ത് നമ്മൾ നടക്കാൻ പറ്റി നമുക്കിതിൻ്റെ ഉള്ളിൽ. ഇത്രയും നമ്മൾ നടക്കാനുണ്ടെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഓരോ ഏരിയയിലും ഓരോ സ്റ്റെപ്പുകളുടെ ഗ്യാപ്പുകളിൽ അവർ ഇരിക്കാനുള്ള ഓരോ സീറ്റിംഗ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒരു ഗ്രൂപ്പായിട്ടൊക്കെയാണ് നമ്മൾ വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ സ്പോട്ടുകളിൽ ഇരിക്കാനും പിന്നെ അതുപോലെ ബർത്ത്ഡേ പാർട്ടീസ് അങ്ങനെയൊക്കെയുള്ള നടത്താനുള്ള ഒരു ലെവലിലാണ് ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫുഡ് അങ്ങനെയുള്ള കൊണ്ടുവന്ന് നമുക്ക് കഴിക്കാനും ഇതിനൊന്നും അങ്ങനത്തെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഈവനിങ് ഒരു ടൈമിലൊക്കെയാണ് നമ്മളിവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ മലയുടെ മുകളിൽ ആ കാണുന്നത് ഒരു റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിൽ ഈ വ്യൂ ഒക്കെ ആസ്വദിച്ചുകൊണ്ട് ഡൈനിങ് ചെയ്യാനൊക്കെ ഉള്ള രീതിയിലാണ് അത് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഭയങ്കര കോസ്റ്റ്ലി ആണ്. അപ്പോൾ കുറേ നേരം ഞങ്ങൾ ഇവിടെ ഒക്കെ ആസ്വദിച്ച് ഇങ്ങനെ ചുറ്റിക്കറങ്ങിയ ശേഷം പിന്നെ നമുക്ക് ട്രെയിനിലൊന്ന് റൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ട്രെയിൻ സ്റ്റേഷൻ്റെ അവിടേക്ക് നമ്മളിങ്ങനെ നടന്നു.
ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ വിചാരിച്ച ആ ട്രെയിൻ സ്റ്റേഷനിൽ തന്നെ ഇതിന് ടിക്കറ്റ് കിട്ടുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ടിക്കറ്റ് നമുക്ക് ഈ ഒരു കൗണ്ടറിൽ നിന്ന് തന്നെയാണ് എടുക്കേണ്ടത്. അപ്പോൾ വീണ്ടും നമ്മൾ എൻട്രൻസിലേക്ക് പോയി ആ ഒരു കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് പിന്നെ തിരിച്ചു വന്നത്. അപ്പോൾ ഈ ഒരു ട്രെയിൻ റൈഡ് നല്ല രസം തന്നെയായിരുന്നു. കാരണം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്ന് ഈ ഒരു ഏരിയ ഒക്കെ ഇങ്ങനെ മെല്ലെ ഇങ്ങനെ റിലാക്സ് ചെയ്ത് നമുക്ക് ചുറ്റി കാണാൻ പറ്റി. കാരണം നമ്മൾ ഓൾറെഡി കുറേ നടന്ന് കുറച്ച് ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ട്രെയിൻ റൈഡ് ചെയ്തപ്പോൾ ആക്ച്വലി നമ്മളത് നന്നായി റിലാക്സ് ചെയ്യും, പിന്നെ അതുപോലെ നന്നായി ഈ ഒരു ഏരിയ എൻജോയ് ചെയ്യാനും നമുക്കിതിൽ പറ്റി. നമ്മൾ ഈ ഒരു ട്രെയിനിൽ ഇങ്ങനെ റൗണ്ട് ചെയ്യുന്ന സമയത്ത് രണ്ട് സൈഡും നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ ഒരു പാർക്കിൽ ഒരു സ്കേറ്റിങ്ങിനായിട്ടുള്ള ഒരു ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ മീൻസ് ആരും ഉണ്ടായിരുന്നില്ല. ആ ഒരു ടൈമിൽ അത് ഓപ്പൺ ആയിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ഈ ഒരു ട്രെയിനിൽ നമ്മൾ റൗണ്ട് അടിച്ച് തിരിച്ചെത്തിയിരിക്കുകയാണ്. അതിന് ട്രെയിനിൽ നിന്ന് ഇറങ്ങി ചെറിയൊരു റീഫ്രഷ്മെൻറ്റിന് വേണ്ടി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ സ്പോട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ ഇങ്ങനെ കഫേകൾ പോലെ ചെറിയ ജ്യൂസുകളും സ്നാക്സൊക്കെ നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ ചെറിയൊരു റീഫ്രഷ്മെൻറ്റിന് ശേഷം നമ്മളൊരു മല കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു വാട്ടർഫോളിൻ്റെ ചുറ്റുമുള്ള ഒരുപാട് സ്റ്റെപ്പുകൾ നമ്മൾ കണ്ടപ്പോൾ വിചാരിച്ചു ഏറ്റവും ടോപ്പിലേക്കാണ് അത് പോകുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പുകൾ കയറിപ്പോയി കഴിഞ്ഞാൽ ചെറിയ ഓരോ സ്പോട്ടുകളിലേക്കാണ് എത്തുന്നത്. അപ്പോൾ ഇരിക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഓരോ സ്പോട്ടുകൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി കുറച്ച് നേരം നമ്മൾ ഇരിക്കുകയും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയൊക്കെ ചെയ്തു. അപ്പം നമ്മൾ ഇതുപോലെ ആ സ്റ്റെപ്പുകൾ കയറി മുകളിലെത്തിയപ്പോൾ മുകളിൽ നിന്ന് താഴേക്കുള്ള നല്ലൊരു വ്യൂ ആണ് നമുക്ക് കിട്ടിയത്. പിന്നെ ഏറ്റവും ടോപ്പിലേക്ക് പോകാനായിട്ട് സൈഡിൽ നമ്മൾ സ്റ്റെപ്പുകൾ കണ്ടു. അപ്പോൾ ഒരുവിധം സ്റ്റെപ്പുകൾ നമ്മൾ കയറി അവിടുത്തെ വ്യൂസൊക്കെ എൻജോയ് ചെയ്തു. അങ്ങനെ ഒരു ഹാങ്ങിങ് ഗാർഡൻ ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്തു. നല്ലൊരു സ്പോട്ട് തന്നെയായിരുന്നു. അപ്പോൾ ഇതുപോലെ ഫാമിലിയും ഫ്രണ്ട്സും ഒരു ഗ്രൂപ്പായിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റും നല്ലൊരു സ്പോട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്പോട്ട് മിസ് ചെയ്തത് ഫ്രണ്ട്സും ഫാമിലി ആയിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.